കോടമഞ്ഞും കുളിർക്കാറ്റും തലോടി നിൽക്കുന്ന ഇടുക്കിയുടെ മടിത്തട്ടിൽ മഹാഭാരതത്തിന്റെ സ്മരണകളും മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു പ്രതീകമായി പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായ മരിയൻ കുരിശുമലയും ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രവും ഒന്നുചേരുന്ന പ്രകൃതി അതിന്റെ തന്നെ ഏറ്റവും മനോഹരമായ ക്യാൻവാസ് ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പാഞ്ചാലിമേട്. ഇന്നത്തെ നമ്മുടെ യാത്ര ഈ പാഞ്ചാലിമേട്ടിലേക്കാണ്. ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഇടുക്കിയിലെ പാഞ്ചാലിമേട്ടിലേക്ക്. കോട്ടയം കുമളി റോഡിൽ കുട്ടിക്കാനത്തിനടുത്തുള്ള മുറിഞ്ഞുപുഴയിൽ നിന്നും തിരിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് പാഞ്ചാലിമേട്ടിലെത്താം. കുട്ടിക്കാനത്ത് നിന്നും 11 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. ഇതാണ് പാഞ്ചാലിമേട്. ഇവിടെ എത്തുമ്പോൾ തന്നെ മതസൗഹാർദ്ദത്തിന്റെ അടയാളമായി പാഞ്ചാലിമേട് എൻട്രി പോയിന്റിൽ തന്നെ 2 കമാനങ്ങൾ നമുക്ക് കാണാം. ഒന്ന് മരിയൻ കുരിശുമലയുടെയും 2 ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെയും. ഈ മതസൗഹാർദ്ദം തന്നെയാണ് പാഞ്ചാലിമേടിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഉയരത്തിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാറ്റും തണുപ്പും ഒക്കെയാണ് ഇവിടെ. ഈ കാണുന്നതാണ് പാഞ്ചാലിമേട്ടിലേക്കുള്ള എൻട്രി പോയിന്റ്. പാഞ്ചാലിമേട്ടിൽ ആദ്യം നമ്മളെ സ്വീകരിക്കുന്നത് മനോഹരമായ ഒരു കവാടമാണ്. പണ്ട് രാജകൊട്ടാരങ്ങളിലൊക്കെ കണ്ടുവരുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കവാടം കടന്ന് നമ്മൾ ആദ്യം എത്തുന്നത് ഒരു കൽമണ്ഡപത്തിനുള്ളിലുള്ള ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. 25 രൂപയാണ് ഇവിടുത്തെ എൻട്രി പാസ്. കുട്ടികൾക്കാണെങ്കിൽ 15 രൂപ നൽകിയാൽ മതി. മരിയൻ കുരിശുമലയാണ് ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള വ്യൂ പോയിന്റ്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ യാത്ര അനുസ്മരിക്കുന്നതിനായി മലയുടെ മുകളിലേക്ക് 14 കുരിശുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. കുരിശുമലയുടെ സമീപമുള്ള കുന്നിലാണ് ഭുവനേശ്വരി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ കല്ലുപാകിയ നടപ്പാതയും മെഡോസും കൽമണ്ഡപങ്ങളും ഇരിപ്പിടങ്ങളുമൊക്കെ എല്ലായിടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന ആകർഷണം ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന കൽമണ്ഡപങ്ങളാണ്. ടിക്കറ്റ് കൗണ്ടർ മുതൽ മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലായി നിരവധി കൽമണ്ഡപങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ മണ്ഡപങ്ങൾ ഈ കുന്നിൻ മുകളിലെ കാഴ്ചകൾക്ക് ഒരു രാജകീയ പ്രൗഢിയാണ് നൽകുന്നത്. ആദ്യം തന്നെ നമ്മൾ എത്തുന്നത് ഒരു വലിയ കൽമണ്ഡപത്തിലേക്കാണ്. നല്ല കോടമഞ്ഞും മുളങ്കാടും ഇവിടെയുള്ള നിർമ്മിതികളുമൊക്കെ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. കാലാവസ്ഥ അനുസരിച്ച് ഇവിടുത്തെ കാഴ്ചകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർക്ക് എന്നും ഒരു പുതുമയുള്ള കാഴ്ച തന്നെയാണ് ലഭിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള മലമുകളിലൊക്കെ കോടമഞ്ഞ് നന്നായിട്ട് അടിച്ചു കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കാഴ്ച തന്നെ പ്രതീക്ഷിക്കാം. ഇവിടെ നിന്നും കല്ല് പതിപ്പിച്ച വഴിയിലൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഈ കാണുന്ന പുൽമേട്ടിലൂടെ നമുക്ക് പ്രകൃതിയെ അടുത്തെറിഞ്ഞ് നടക്കുന്നതിനും അവിടെ നിർമ്മിച്ചിരിക്കുന്ന ബെഞ്ചുകളിലൊക്കെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്നതുമാണ്. ഇവിടുത്തെ കുരിശുമലയിലേക്ക് പോകാൻ നമുക്ക് 2 വഴികളാണ് ഉള്ളത്. ഒന്ന് ഈ കല്ല് പതിപ്പിച്ച വഴിയും മറ്റൊന്ന് പുൽമേടുകൾക്കിടയിൽ കൂടി കുരിശ് നാട്ടിയിരിക്കുന്ന വഴിയും. നമ്മൾ ആദ്യം കല്ല് പതിപ്പിച്ചിരിക്കുന്ന വഴിയിലൂടെയാണ് പോകുന്നത്. ഇവിടെ നിന്നും കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെ ഒരു ബോർഡ് കാണാം. അവിടെ നിന്നും കുറച്ച് മുകളിലേക്ക് നടക്കുമ്പോൾ ഒരു കൊച്ചു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് എത്തുന്നത്. പഞ്ചപാണ്ഡവർ തങ്ങളുടെ വനവാസകാലത്ത് പാഞ്ചാലിയോടൊപ്പം ഈ മലനിരകളിൽ താമസിച്ചിരുന്നു എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ മലനിരകൾക്ക് പാഞ്ചാലിമേട് എന്ന പേര് വന്നത്. ഈ ഐതിഹ്യങ്ങൾക്ക് സാക്ഷിയായി ഈ മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൊച്ചു ക്ഷേത്രമാണ് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പാണ്ഡവർ പൂജിച്ചിരുന്നതാണെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ശബരിമലയിലെ മകരവിളക്ക് ദർശിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകൾ ഒന്നുകൂടിയാണ് ഈ പുണ്യഭൂമി. ക്ഷേത്രത്തിന്റെ താഴ്ഭാഗത്തായി DTPCയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തുന്നവർക്കായി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന ആകർഷണം സിപ്പ് ലൈനാണ്.
സ്ഥിരമായി വീശിയടിക്കുന്ന കാറ്റും വന്നു പോകുന്ന കോടമഞ്ഞുമാണ് ഈ പാഞ്ചാലിമേടിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. അതുപോലെ തന്നെ കുരിശുമലയുടെ അടിഭാഗത്തായി ഒരു വിശാലമായ കുളമൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ചുറ്റും എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ്. ഈ ക്ഷേത്രത്തിന് സമീപമുള്ള മലമുകളിൽ തന്നെയാണ് ഇവിടെയുള്ള കുരിശുമലയും സ്ഥിതി ചെയ്യുന്നത്. യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന 14 കുരിശടികൾ താണ്ടി വേണം നമുക്ക് ഈ മലമുകളിൽ എത്തിച്ചേരാൻ. പ്രകൃതി ഭംഗിയും പ്രാർത്ഥനകളും ഒന്നിക്കുന്ന ഒരു അത്ഭുത ലോകമാണ് ഈ പാഞ്ചാലിമേട്. ഇവിടെ നിരവധി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചാർലി സിനിമയിലെ ചില രംഗങ്ങളൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരവുമാണ് ഇവിടെ സന്ദർശിക്കുന്നതിന് ഏറ്റവും അനുയോജ്യം. നല്ല ശാന്തതയും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. മുകളിൽ പല സ്ഥലങ്ങളിലായി ചെറിയ ചെറിയ കൽമണ്ഡപങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെയിലത്തും മഴയത്തും ഒക്കെ ആളുകൾക്ക് കയറി നിൽക്കുന്നതിനും നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമൊക്കെയാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. ഇവിടം പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ പോയിന്റ് കൂടിയാണ്. പാഞ്ചാലിമേടിൽ ഫാമിലിയായി പ്രായഭേദമന്യേ എല്ലാവർക്കും കയറി നടക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്കിവിടെ നിന്നാൽ കുട്ടിക്കാനവും പരുന്തുംപാറയും പീരിമേടും ഒക്കെ കാണാൻ കഴിയും. നമുക്ക് ആ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ ഇവിടെ ഏറ്റവും ഉയരമുള്ള വ്യൂ പോയിന്റായ കുരിശുമലയിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി മുകളിലേക്ക് നല്ല കയറ്റമാണ്. ഈ മലയുടെ മുകളിൽ നിന്നാൽ നമുക്ക് ഒരു 360 വ്യൂ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ ഒരു വ്യൂ പോയിന്റ് കൂടിയാണിത്. അതുപോലെ തന്നെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കുന്നതിനായി ഒരു ഫോട്ടോ ഫ്രെയിം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുരിശുമലയുടെ അവസാനത്തെ കുരിശിന്റെ സമീപത്തായിട്ടാണ്. ഈ കുരിശിന്റെ പശ്ചാത്തലത്തിൽ കോടമഞ്ഞൊക്കെ അടിച്ച് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. നല്ല ശാന്തതയും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഇനി നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് താഴോട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. ചരിത്രവും ആത്മീയതയും പിന്നെ ഒരു അല്പം അഡ്വഞ്ചറും ഒക്കെ ഒന്നിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഈ പാഞ്ചാലിമേട്.
പ്രകൃതി ഒരുക്കുന്ന വിസ്മയ കാഴ്ചകളും ആത്മീയ ഉണർവും നേടിയാണ് ഇവിടെ എത്തുന്നവർ തിരികെ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ സ്ഥലങ്ങളുടെ വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.